നമസ്തേ എവരി വൺ. നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പം നമുക്ക് ചീഫ് ട്രെയിനർ തന്നെയാണോ ത്രൂ ഔട്ട് ദ ടൈം കിട്ടുക? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറെ തന്നെയാണോ കിട്ടുക? നമ്മളൊരു ഇൻകം ടാക്സ് ഇഷ്യൂ ആയിട്ടൊരു ആളെ പോവുക, അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടിനെ തന്നെയാണോ നമുക്ക് ആദ്യം കിട്ടുക? നമുക്കതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് നമ്മൾ ഏൽപ്പിക്കാനായിട്ട് പോയി വളരെ പ്രശസ്തമായ ലോയറെ കാണുന്നു, നമുക്ക് ആദ്യമേ ചീഫിനെ തന്നെയാണോ കാണുക? ഇത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദ്യം, ആർ യു മീറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അടുത്ത കാലത്തൊരു എക്സ്പീരിയൻസ് പറയാം. വളരെ ആംബീഷ്യസ് ആയിട്ടുള്ളൊരു പുതിയ ട്രെയിനിങ് തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ ട്രെയിനിങ് തുടങ്ങുന്നത് ഫസ്റ്റ് ടൈം തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഈ നമ്മുടെ ആ ക്ലാസ്സിന് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മിനിമം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചേരുന്ന രീതിയിൽ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് 10 hours ക്ലാസ് എടുക്കാൻ റെഡിയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവരെക്കുറിച്ച് കുറേ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തീരുന്നതല്ല. കാരണം അവരുടെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നാലാണ്, നമുക്ക് അത് മനസ്സിലാക്കിയാലാണ് അവർ ആ ഒരു രീതിയിലേക്ക് ആക്കിയതിന് ശേഷമാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കയറേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ വന്നു, ഫീസൊക്കെ അടച്ച ആൾക്കാർ ക്ലാസ്സിൽ വന്നു. ആദ്യത്തെ 1 മണിക്കൂർ നേരത്തേക്ക് എന്നെ കണ്ടില്ല. രണ്ടാമത്തെ മണിക്കൂർ അപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കയറുമെന്ന്. രണ്ടാമത്തെ മണിക്കൂറിൽ ഞാൻ വേറൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ മണിക്കൂർ, മൂന്നാമത്തെ മണിക്കൂർ, നാലാമത്തെ മണിക്കൂർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്നുള്ളവരെല്ലാം ഓഫീസിൽ വിളിച്ചിട്ട് ദേ റിക്വയർ ദ റീഫണ്ട്. അപ്പോൾ റീസണൊന്നും ചോദിച്ചില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് റീഫണ്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കി എല്ലാവരും റീഫണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം വളരെ സബ്സിഡൈസ് ചെയ്ത് കൊടുത്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും വേണ്ട, ആ ട്രെയിനിങ് എടുക്കണ്ട, തൽക്കാലം അത് എടുക്കണ്ട, അത് വിട്ടേരെ, അവർ വേറെ ഏതെങ്കിലും ട്രെയിനിങ്ങിന് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവാക്കി. അപ്പം ഞാൻ ഇവിടെ പറയുന്നതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നമുക്കൊരു എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സുപ്രീം കോർട്ടിലൊരു പ്രധാനപ്പെട്ട കേസുമായിട്ട് പോവുക. അപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ചീഫായിട്ടുള്ള ലോയറെ നമുക്ക് ആദ്യമേ കാണാനേ പറ്റില്ല. നമ്മുടെ കേസിനെക്കുറിച്ചുള്ളതെല്ലാം പഠിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അടുക്കി പെറുക്കി അതിൻ്റെ കൊറീസ് എല്ലാം ചെയ്ത് ചിലപ്പോൾ 6-7 ദിവസം 2-3 പേരിരുന്ന് വർക്ക് ചെയ്ത് ക്ലയൻറ്റുമായിട്ടിരുന്ന് വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ടോപ്പ് സീനിയറെ കാണുന്നത്. ടോപ്പ് സീനിയറെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ രീതിയിൽ പേജ് നമ്പർ എല്ലാം ഇട്ട് റെഫറൻസ് എല്ലാം കൊടുത്ത് പെട്ടെന്ന് മറിച്ച് നോക്കുമ്പോഴത്തേക്കും ക്വസ്റ്റൻ എന്താണെന്ന് കിട്ടി, ചോദിക്കേണ്ട എന്താണെന്ന് കിട്ടി, ജയിക്കോ തോക്കോ എന്നുള്ള സ്കോപ്പ് ഇദ്ദേഹത്തിന് അറിയാം. അപ്പം അത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു ടീം ഉണ്ടാവും എല്ലാ സ്ഥലത്തും. അതേപോലെ തന്നെ നമ്മൾ സർജറിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് സ്പൈൻ സർജറി, ഇല്ലെ ഹാർട്ട് സർജറി, ഇല്ലെ ലിവർ സർജറി, ഇവിടെയൊക്കെ നമുക്ക് ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സും മറ്റ് ഫിസിഷ്യൻസും കാർഡിയോളജിസ്റ്റും ഒരു ടീമെല്ലാം വന്ന് നമ്മൾ സർജറിക്ക് ഫിറ്റ് ആണോ എന്ന് നോക്കി, അത് കഴിഞ്ഞ് പിന്നെ സ്കാനിങ് എല്ലാം ചെയ്ത് റിപ്പോർട്ടെല്ലാം ചെയ്ത് നമ്മുടെ അത് ചെയ്യേണ്ടത് ലൊക്കേറ്റ് ചെയ്ത് എല്ലാം മനസ്സിലാക്കി കംപ്ലീറ്റ്ലി മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും ചീഫ് സർജൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കുക, ആദ്യം ഈ കിഡ്നി മാറ്റി വെക്കുന്ന അത് ചെയ്യുന്ന, കാരണം ഒത്തിരി മൈക്രോ ലിമിറ്റിൽ അവിടെ ഈ പറഞ്ഞ രക്തക്കൊഴലുകളൊക്കെ തയ്ച്ച് ചേർക്കണം, ഭയങ്കര സ്കിൽഫുള്ളാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ചിലപ്പോൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഊഴം വരുമ്പോഴത്തേക്ക് മാത്രമാണ് അദ്ദേഹത്തെ കിട്ടുന്നത്. ഈ ക്ലയൻറ്റുമായിട്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ അവിടെ എന്താണ്, പേഷ്യൻ്റ് ക്ഷമയോടുകൂടി ഇരുന്ന് ആ വിദഗ്ധൻ്റെ ആ കൈകൾ അവിടെ വരാനായിട്ട് അക്ഷമയോടുകൂടി കാത്തിരുന്ന് സ്വീകരിക്കുന്നുണ്ട് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഡോക്ടറുടെ കേസിലും ലോയറുടെ കേസിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കേസിലും എനി പ്രൊഫഷൻ, ഇവിടെ എല്ലാം നമുക്ക് ചെയ്യുന്ന അവിടെയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ഒരുക്കി പെറുക്കി റെഡിയായിട്ട് വരണം. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ കൂടാതെ ഒരുപാട് ട്രെയിനേഴ്സുണ്ട്. അപ്പം ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നത് അവർ ടെസ്റ്റ് ചെയ്തിട്ട് അത് AI കൂടെ പോയി അത് കൃത്യമായ രൂപത്തിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടാൽ മതി, ആദ്യം കൂടെ ഇരിക്കണ്ട. പക്ഷേ നമ്മുടെ വരുന്ന ആൾക്കാർക്ക് അതിന് ക്ഷമയുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ, കോച്ചിങ്ങിനകത്ത് ഞാൻ ആദ്യം പഠിപ്പിച്ച് പോയതായിരിക്കും, എല്ലാവർക്കും നോട്ടുണ്ട്. അപ്പം അവർ പഠിച്ച ആൾക്കാർ ഫർദറായിട്ട് വരുന്നവരെ കോച്ച് ചെയ്ത് ഞാൻ എവിടെ കൊണ്ട് നിർത്തിയോ ആ ലെവലിൽ വരെ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും. അപ്പം മറ്റവർക്ക് പ്രാക്ടീസ് കിട്ടി, അവരും കോച്ച് ചെയ്യേണ്ടവർ, അവർക്ക് കോച്ചിങ് കിട്ടി, ഇവർക്ക് കോച്ചിങ് ആയി. അപ്പം നമുക്ക് ഈ അറിവ് വരുന്നത്
ഈ 4 തലത്തിലാണ്. ആചാര്യ പാദം ആദത്തെ, പാദം എന്ന് പറഞ്ഞാൽ 4-1, ആചാര്യയിൽ നിന്ന് 4-1, ആചാര്യ പാദം ആദത്തെ, പാദം ശിഷ്യ സ്വമേധയ, അപ്പം സ്വയം ശിഷ്യർ ഡെവലപ്പ് ചെയ്തെടുക്കണം. പാദം സത് ബ്രഹ്മചാര്യഭ, കൂടെ പഠിക്കുന്ന സഹപാഠികളിൽ നിന്നും എടുക്കണം. പാദം കാലക്രമേണച്ച, അത് കാലക്രമത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് ഒക്കെ നടത്തിയാണ് നമുക്കൊരു അറിവ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇയാളിൽ നിന്ന് മാത്രമേ കേൾക്കാൻ പറ്റൂ എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നഷ്ടമുണ്ട്. ഫോർ എക്സാമ്പിൾ ആന്റണി റോബിൻസ്, ടോണി റോബിൻസ് എന്ന് വിളിക്കും, അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങും, അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ ട്രെയിനിങ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് വരുമ്പോൾ ഒരു 1/3 ആയിരിക്കും അദ്ദേഹം എടുക്കുന്നത്, 2/3 അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന മറ്റ് ട്രെയിനേഴ്സാണ്. അപ്പം എന്നിട്ട് ഏറ്റവും ഇദ്ദേഹം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കോറിൻ്റെ കോറാണ്, വിസ്ഡം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത്രമാത്രം അദ്ദേഹത്തിന് കഴിയുള്ളൂ. കാരണം 4 ദിവസം ഒറ്റയടിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റില്ല, ആ ഒരു പവറിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, എവരിബഡി അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടി ഹാർവക്കർ, വെൽത്തിൻ്റെ മേഖലയിൽ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്. ടി ഹാർവക്കറിൻ്റെ ട്രെയിനിങ്ങിനകത്ത് പല ട്രെയിനിങ്ങിനകത്ത് പോയാൽ അദ്ദേഹത്തെ കാണത്തേ ഇല്ല. പക്ഷേ ട്രെയിനിങ് എല്ലാം അദ്ദേഹം സെറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന അസോസിയേറ്റ് ട്രെയിനേഴ്സിനെ ഏൽപ്പിച്ച് വിട്ടേക്കുക. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തേക്കുന്നതനുസരിച്ചാണ് വളരെ കൃത്യമായിട്ട് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ചില മാസങ്ങളോളം ഇദ്ദേഹം ചിലപ്പോൾ ട്രെയിനിങ്ങിന് വരത്തേയില്ല, ചിലപ്പോൾ ഇദ്ദേഹം പുസ്തകം എഴുത്തും അല്ലെങ്കിൽ ഇൻ ക്യാമറയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. തന്നെയല്ല അദ്ദേഹം ഹീസ് ഗെറ്റിംഗ് ഏജ്ഡ്. അപ്പം ഇതെല്ലാം കൂടെ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ദീപക് ചോപ്ര, അപ്പം അദ്ദേഹം അല്ല എല്ലാ ട്രെയിനിങ് എടുക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും എടുക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഡസൻസ് ഓഫ് ആൾക്കാരുണ്ട്. ലോകത്തിലെ ട്രെയിനിങ് സിസ്റ്റത്തിനകത്ത് മൊത്തം അതൊരു സിനർജിസ്റ്റിക് ആക്ടിവിറ്റീസ്. ഞാനിപ്പം ബില്യണയർ മൈൻഡ് സെറ്റ് ലെവൽ 6 എടുക്കാൻ പോവുക. എൻ്റെ ഏറ്റവും എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള 120 ഫണ്ടുകൾ എവിടെ നിന്ന് കൊണ്ടുവരാം, എവിടെ നിന്ന് കണ്ടെത്താമെന്നുള്ളത് എൻ്റെ കയ്യിലേ ഉള്ളൂ, എൻ്റെ ഉള്ളിലേ ഉള്ളൂ. അത് പുറത്തൊരു ബുക്കിനകത്തോ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അത്രയും എൻ്റെ കയ്യിലുള്ള സാധനങ്ങളില്ല. അതേസമയത്ത് ഈ വരുന്ന ഓരോ സ്റ്റുഡൻസും അവർ അത്യാവശ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കണം, ബാലൻസ് ഷീറ്റ് പഠിക്കണം, ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം, വേറെ കുറേ സാധനങ്ങളുണ്ട്, ഡേറ്റ. അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ എന്നെ കഴിഞ്ഞു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആർക്കും കൊടുക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഞാൻ വേണം നിർബന്ധം പിടിക്കും. പിന്നെ ആസ് എ സെൻസ് ഓഫ് ഡെലിഗേഷൻ, നമ്മൾ ആ പർപ്പസിന് ചേരുന്നവരെ ഇരുത്തിയതിന് ശേഷം ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ആദ്യം മുതലേ ഞാൻ അവിടെ കണ്ടില്ല, നിർത്തുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, ചെയ്യാം, പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും എനിക്ക് എൻ്റെ എഫിഷ്യൻസി എല്ലാ രംഗത്തും വരുത്താൻ എല്ലാവർക്കും എന്നെ അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. അതല്ല ട്രെയിനിങ്ങിന് വന്ന നേരത്തെ ഞാൻ ഒത്തിരി ക്ലാസ് കൊടുത്തിട്ടാണ്, ഇപ്പോഴും ഞാൻ വേണം, നോ. അപ്പോൾ ഞാനത് വളരെ കണക്ക് കൂട്ടിയിട്ട് അവർക്ക് ഒട്ടും കുറയാതെ ഇരട്ടി എഫിഷ്യൻസിയിലാക്കുവാൻ. അപ്പം ടൈം എഫിഷ്യൻസി, ഒരാൾക്ക് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നതിന് കുറേ ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അസോസിയേറ്റ് ട്രെയിനേഴ്സിനെ ഏൽപ്പിച്ച് ചില കാര്യങ്ങൾ, പക്ഷേ ഒരു ട്രെയിനിങ്ങും കംപ്ലീറ്റ്ലി അസോസിയേറ്റ് ട്രെയിനേഴ്സിനെ ഏൽപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. ചീഫ് ട്രെയിനർ ഇൻ്റർവെൻഷൻ നടത്തേണ്ട സമയത്ത് വിത്ത് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്കോടുകൂടി നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തും. അതിന് ക്ഷമയില്ലാത്ത ആൾക്കാരെ, ഒട്ടും ശകലം പോലും ക്ഷമയില്ലാത്ത പേഷ്യൻസ് ഇല്ലാത്തവരെ നമുക്ക് ഒഴിവാക്കുക മാത്രമേ നിർവാഹമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ബാക്കിയുള്ളവർ എംപവേർഡ് ആകണ്ടേ. എൻ്റെ കൂടെ കോച്ചായിട്ട് ചേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർ എംപവേർഡ് ആകണ്ടേ, അവർക്ക് റിയൽ സിറ്റുവേഷൻസ് എടുക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ അദ്ദേഹമാണോ നമ്മുടെ ഡേറ്റ മുഴുവൻ എഴുതിയെടുക്കുന്നത്? അല്ല, അസിസ്റ്റൻ്റാണ് എഴുതിയെടുക്കുന്നത്. എല്ലാ ഡേറ്റയും കേസ് ഷീറ്റും എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് അവസാനം കൗൺസിലിങ്ങിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അസിസ്റ്റൻസ് എടുത്താൽ, അപ്പോൾ അതുപോലും ഞാൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെൻ്റെ ഫ്രണ്ടല്ല. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ സ്പിരിറ്റ് എന്നാന്ന് അവർ മനസ്സിലാക്കാത്തവർ, അവരെ എനിക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നമ്മൾ ബാക്കിയുള്ളവർക്ക് സ്കില്ല് കൊടുക്കണമെങ്കിലോ, ഞാനിപ്പോൾ ഒരു കാര്യമാണ്, അപ്പോൾ ഒരു കൊച്ചിയിലൊരു ട്രെയിനിങ് നടത്തുവാണ്, ട്രെയിനിങ്ങിനകത്ത് വന്നു, നേരത്തെ ട്രെയിനിങ് നല്ലപോലെ പഠിച്ച ഒരാളിരിപ്പുണ്ട്, വേറൊരാളൊരു ചോദ്യം ചോദിച്ചു, അത് ഈ ക്ലാസ്സിനകത്തുള്ളതല്ല, മറ്റൊരു ക്ലാസ്സിനകത്ത്. അപ്പോൾ ഞാൻ മറുപടി പറയത്തില്ല, ഞാൻ ഇദ്ദേഹം പറഞ്ഞു തരും കേട്ടോ, ഇദ്ദേഹത്തിന് നല്ലപോലെ അറിയാം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കത്തേ ഉള്ളൂ, കാരണം മറ്റൊരു ക്ലാസ്സിലെ കാര്യം. അതേപോലെ തന്നെ ഒരാൾ ലേറ്റായിട്ട് വന്നു, ഞാൻ ഒരിക്കലും റിവേഴ്സ് ചെയ്ത് പറയത്തില്ല, ഒരു കാരണവശാലും പറയത്തില്ല, കാരണം അതൊരു മോശം പ്രാക്ടീസാണ്. അപ്പോൾ വന്ന ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറയും. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട. അപ്പം നമുക്കെപ്പോഴും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടീമിൻ്റെ കൊളാബറേഷൻ, ഞാൻ പറഞ്ഞല്ലോ,
ശിഷ്യർ സ്വമേധയ സദ്ബ്രഹ്മചാര്യ 4 നമ്മൾ സഹവിദ്യാർത്ഥികളിൽ നിന്നുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അവരുമായിട്ട് ടീം കൊളാബറേഷന് വേണ്ടിയിട്ട് അവരുമായിട്ട് ചേർന്ന് പഠിക്കാനുള്ള ആ ഒരു എന്താണ് സിനർജി ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അവരുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഇവരുടെയൊക്കെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തൊരു ടീമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യത്തിൽ ചിലപ്പോൾ മാസങ്ങളായിട്ട് ഞാൻ ഇടപെടാത്ത കാര്യങ്ങൾ കാണും, പക്ഷേ കോർ ഏരിയ വരുമ്പം ഐ ആം ദെയർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലെവറേജ് ചെയ്യേണ്ട റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ലിവറേജിങ്. അപ്പം ഒരു കാര്യം റിസർച്ച് ചെയ്തെടുക്കാനായിട്ട് അതിന് തന്നെ നമുക്ക് ഓരോ പർട്ടിക്കുലർ ആളുണ്ട്, അവർ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ തന്നെ ഇരിക്കണം നിർബന്ധം പിടിച്ചാലോ? പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫൈനലി ഞാനത് നോക്കും. അതുപോലെ തന്നെ എൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രൂഫ് റീഡിങ് ഞാൻ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് മെൻറ്റർഷിപ്പിൻ്റെ ഈ നമ്മൾ പിന്നെ പ്ലാറ്റിനം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം PPP എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് അതിനകത്ത് വരുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരെയും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ ഒരു കാര്യമുണ്ട്, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുക, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇവർക്ക് വേണ്ടി സമയം കൂടുതൽ എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ പ്രശ്നത്തിൻ്റെ ബിസിനസ്സിനകത്ത് കാതലായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹെൽപ്പ് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴാണ്. അപ്പോൾ ദേ ആർ ഓൾസോ സപ്പോസ് ടു ഹെൽപ്പ് മീ ഔട്ട്. അപ്പം അതിനകത്ത് എപ്പോഴും എനിക്കിത് പറ്റൂല എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ശരിയാവില്ല. പിന്നെ ഫ്ലെക്സിബിലിറ്റി, നമ്മൾ ഇതിങ്ങനെ ഏൽപ്പിക്കുമ്പോഴത്തേക്കാണ് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ, അല്ലെ തർക്കങ്ങളുണ്ടെങ്കിൽ, എന്നോട് പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് ഇവർക്ക് പറയാൻ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാര്യം നമ്മൾ 10 പേരെ പഠിപ്പിച്ചു, ഈ 10 പേര് പോയിട്ട് ഫ്രഷേഴ്സായിട്ടുള്ള 30-40 പേരെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവർ എല്ലാവരും കൂടെ വെച്ചുകൊണ്ട് ഹയർ തലത്തിലുള്ള ട്രെയിനിങ് എടുക്കാനായി അതിനുവേണ്ടി എനിക്ക് റിസർച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മിനിമം കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ വായിച്ചോളാൻ പറയും. പക്ഷേ ഇത്രയും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്തുവാണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ ഇൻഡെപ്തിൽ വിസ്ഡം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ദെയർ ഐ ആം ഗെയിനിങ് മൈ ടൈം. ഇനി അപ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ കസ്റ്റമൈസേഷൻ, ചില ട്രെയിനിങ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. ഒരാളുടെ പ്രോബ്ലം ആ സിനാരിയെ കൂടെ പഠിച്ചിട്ട് അയാളുടെ പ്രോബ്ലം തീരത്തില്ലാത്തതാണെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് വരും. ഇപ്പോൾ നമ്മൾ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ലെവൽ കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ചിലരത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എത്രമാത്രം പഠിച്ച് പരീക്ഷകൾ പാസ്സായതുകൊണ്ട് കാര്യമില്ല, നിങ്ങളിത് പ്രാക്ടിക്കലി വരണം. ഞാൻ പറയുകയാണ് നിങ്ങൾക്കൊരു 10 ക്ലയൻറ്റ്സ് എങ്കിലും വേണം, എങ്കിലും നമുക്കിത് ഫെർദർ പഠിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാതെ വീണ്ടും വീണ്ടും എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവിടെയും എന്താണ്, നമ്മൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോച്ച് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ നമുക്കിത് കൈവശപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു എൻഹാൻസ്ഡ് പാർട്ടിസിപ്പൻസ് എൻഗേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഈ പാർട്ടിസിപ്പൻസിനെ എൻഗേജ് ചെയ്യണമെങ്കിൽ അവർക്ക് തുടരെ ഇങ്ങനെ ഒരു നടത്തുന്നത്, എനിക്ക് ടൈം ഇല്ലെങ്കിൽ കൂടി സിസ്റ്റം ഈ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലേണിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനവിടെ സ്ഥലത്തില്ലെങ്കിലും ലേണിംഗിൽ കൂടെ നിങ്ങൾക്ക് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോണ്ടൻറ്റ് അവിടെ നമുക്ക് റിസീവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഒരു വീക്കിലി ഒരു ഇവാലുവേഷൻ, അപ്പം ഇവാലുവേഷനകത്ത് നമ്മൾ ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ എത്രമാത്രം മനസ്സിലായി, ഓരോ കാൻഡിഡേറ്റ് എത്രമാത്രം മനസ്സിലായി, ഇല്ല അവർക്ക് റീട്രെയിനിങ് ആവശ്യമാണോ എന്ന് മനസ്സിലാക്കും. ഞാൻ ടെസ്റ്റ് എഴുതൂല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് തരാനും പറ്റില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വരണേ യു ഹാവ് ടു അപ്പിയർ ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, ഇത് വളരെ 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 ഈസി ആയിട്ടാണ് നിങ്ങളവിടെ ഇടുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ തീരുന്നതോടുകൂടി തന്നെ റിസൾട്ട് വരും. അപ്പോൾ തന്നെ കീ തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും. ആ ടെസ്റ്റ് ഒരു ലേണിംഗ് കൂടെയാണ്, അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ട്രെയിനിങ് ആസ് എ പ്രോസസ്സ്, സ്കെയിലബിലിറ്റി. നമുക്ക് ഒരിടത്ത് തന്നെ നിൽക്കാതെ ബാക്കിയുള്ളവർക്കൊക്കെ ലൈഫ് ലൈനെ സഹായിക്കുക, ഒരു ടീമിനകത്ത് നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്തോടെ നമുക്ക് പഠിച്ച കാര്യം, റൊട്ടീൻ കാര്യങ്ങൾ, ടേബിൾ ഫില്ല് ചെയ്യുന്നത്, ഫോംസ് ഫില്ല് ചെയ്യുന്നത്, പേഴ്സണൽ ആസ്പെക്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ അവരവരിരുന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ഗോൾ സെറ്റിങ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ തീർച്ചയായിട്ടും ഞാൻ കൂടെ വേണമെന്നില്ല, ആർക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് പോലും പറഞ്ഞു കൊടുക്കാം. അപ്പം പക്ഷേ എനിക്ക് കുറച്ച് സമയം തന്നാലല്ലേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം തന്നെ 16-18 മണിക്കൂർ യൂസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം എനിക്ക് സമയം തന്നാലല്ലേ എനിക്ക് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് തരണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുകയും ചെയ്ത് അതിനൊരു ക്വാളിറ്റി നിങ്ങൾ ഏത് ലെവലിൽ എത്തിയെന്ന് എനിക്ക് അറിയാൻ പറ്റിയതിന് ശേഷമേ ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് ലൂപ്പ്
എന്താണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നോട് പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യം കൂടെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അവരോട് പറയാനായിട്ട് പറ്റും. പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, വന്നേക്കുന്ന ആൾക്കാർ ഒരാളോ രണ്ടാളോ അല്ല, അവരുടെ ഡെവലപ്മെൻറ്റ് വേണമെങ്കിലും എന്തുവാണ് അത് സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം ചെയ്യാനായിട്ട് വരുന്നത് ഈ ബിസിനസ് ഫണ്ടിങ്ങിൻ്റെ ആണ്. വളരെ അഡ്വാൻസ്ഡ്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് കിട്ടാനില്ല. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് കിട്ടാനില്ല. അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്താണ് ഈ വരുന്ന ഓരോരുത്തരുടെയും ബേസിക് ഡേറ്റ എടുക്കാനായിട്ട് അവരെ ചുമതലപ്പെടുത്തി അവരെ അസിസ്റ്റ് ചെയ്യാൻ ആളെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ഹെൽപ്പോട് കൂടി പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് DPR ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തീർന്ന് ഇത്രയ്ക്ക് ഉള്ളോ. ഇംഗ്ലീഷ് അറിയാത്തില്ലാത്ത ആൾക്കാർക്കും 10ാം ക്ലാസ്സുകാർക്കും 8ാം ക്ലാസ്സുകാർക്കും വേണമെങ്കിലും ചെയ്യാം. വളരെ ഈസി ആയിട്ട് അവർക്ക് ബോധ്യമായി കൊടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വരുന്നവർ അതിൽ കയറാൻ പറ്റിയില്ല. അവരിത് കഴിഞ്ഞ വിവരം അറിയുന്നത്. അവരെ പിന്നെ നമ്മൾ അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ച ആൾക്കാരെങ്കിലും ഹെൽപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ അന്നേരം ഞാൻ വന്നിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പഠിച്ച ആൾക്കാരെങ്കിലും ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും കോറായിട്ടുള്ള ഏരിയ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കോർ ട്രെയിനിങ് എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും. സർഫസ് ട്രെയിനിങ് മറ്റുള്ളവരെ കൊണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇന്നോവേഷൻസ് ഒക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സിനർജി അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എനിക്ക് അവരെക്കുറിച്ചുള്ള കംപ്ലീറ്റ് മതിപ്പ് പോയി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ടൈം ഫോർ റിഫ്ലക്ഷൻ. ഇതുവരെ ചെയ്തത് ശരിയായോ, അതിൽ മാറ്റം വേണോ? നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്ക് വന്ന് എറേസ് ചെയ്ത് വീണ്ടും ഇത് ചെയ്യാം, തിരുത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. ഞാൻ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു 20 ദിവസത്തെ ക്ലാസ് എടുക്കേണ്ടതാണ്, ഞാൻ തന്നെ എടുക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ കോസ്റ്റ് അങ്ങ് പോകും. ആ സമയത്ത് നമുക്ക് എന്താണ് ഈ പഠിപ്പിച്ച് കഴിഞ്ഞ കാര്യം ഇനി വരുന്നവരെ ഇവർ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മുന്നോട്ടുള്ളത് മാത്രം എടുത്ത് പോയാൽ മതി. അപ്പോൾ കോസ്റ്റ് ഒരുപാട് കുറയും. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഒരുപാട് കുറച്ചേക്കുന്നത്. അപ്പം ഞാനവിടെ പേ ചെയ്തിട്ടുണ്ട്. അതിന് മാത്രം റിസർച്ചും പണിയൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പം ക്ഷമയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്താണ് കൊടുത്തിട്ട് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, പിന്നീട് വേറൊരു കാര്യത്തിനും ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് പോളിസി. ഇപ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി പോകും. കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്. എനിക്കും ലൈഫുണ്ട്, വരുന്നവർക്കും ലൈഫുണ്ട്, ബാക്കി പഠിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു കൂട്ടമാണ് ചേർന്ന് കൃത്യമായി ഗൈഡൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഏൽപ്പിക്കുന്നത്. അതിനെല്ലാം റെക്കോർഡിങ്സ് ഉണ്ട്. ആ റെക്കോർഡിങ്സ് പലപ്പോഴും ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. മുഴുവൻ കേൾക്കാനിരുന്നില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോരുത്തർ ചെയ്തേക്കുന്ന ബിഹേവിയർ അതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു പിക്ചർ കിട്ടും. പിന്നെ ഒരു ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ, പഠിപ്പിക്കുന്ന ആളിന് സീനിയർ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നൊരു ട്രെയിനർക്ക് ഒരു ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ. അവർക്ക് ബാക്കിയുള്ളവർക്ക് അവിടെ ടൈം അവർ വേണമെങ്കിൽ കൂടുതലിരിക്കും. ഔട്ട് ഓഫ് ദ വേ വേണേലും ഒരു ഹോളിഡേ വേണേലും ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാനാണ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി, ലൈഫ് ലൈൻ ആസ് എ കമ്മ്യൂണിറ്റി, ആ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഒന്നിച്ച് വളരാനായിട്ടുള്ള സാധ്യത. അതും ഞാനുമായിട്ട് മാത്രമേ ബന്ധമുള്ളെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ വളരെ ഇടുങ്ങിയ നെല്ലിക്ക വലിപ്പമുള്ള മൈൻഡാണ്. നമുക്ക് നെല്ലിക്ക വലിപ്പമുള്ള മൈൻഡ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല. മിനിമം ഏറ്റവും മിനിമം ഒരു മത്തങ്ങ വലിപ്പമുള്ള മൈൻഡെങ്കിലും വെച്ച് തുടങ്ങണം. അതല്ലേ നമ്മൾ അതിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ സ്പെഷ്യലൈസേഷൻ. വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റൊക്കെ എന്നെ കഴിഞ്ഞും നല്ല വിദഗ്ധർ നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. അതല്ലാതെ വളരെ എക്സ്പേർട്ടായിട്ട് ഫിനാൻഷ്യൽ വേൾഡിൽ കടന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പാർട്ടിസിപ്പൻസിൻ്റെ നീഡ് അനുസരിച്ച് അതിനെ ചെയ്യാനായിട്ടും ഈ ഒരു സിനർജി വളരെ നന്നാകും. ഇത് ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരിടത്തല്ല, ഹോസ്പിറ്റലാണെങ്കിലും ഞാൻ പറഞ്ഞു, സീനിയർ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എല്ലാ പ്രൊഫഷണലും ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്സൊക്കെ നോക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് വന്നിരുന്ന് നോക്കി ഫൈനൽ പേപ്പറുമായിട്ടാണ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് ഡിസ്കഷൻ വരുന്നത്. അത്രേ അവർക്ക് ടൈം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഭാഗം കൂടെയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്, നിങ്ങൾ ഒന്നാണ്, നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യത്തോടെ അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും. പിന്നെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. നമുക്ക് ആദ്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ല, ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ, ചിലർക്ക് ഒരു പ്രാവശ്യം കൂടെ, ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ. പിന്നെ അടുത്തത് മെൻറ്റർഷിപ്പ് ഫോർ ട്രെയിനേഴ്സ്. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാർ സീനിയർ ട്രെയിനേഴ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെൻറ്റർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കോച്ച് ചെയ്യും, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് കോസ്റ്റ് അധികം ഇല്ല, കോസ്റ്റേ കാണത്തില്ല. പിന്നെ കൾട്ടിവേറ്റിംഗ് ലീഡർഷിപ്പ് സ്കിൽസ്. ഇത് പഠിച്ച നിങ്ങളെ അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങളെടുത്തും ചെയ്തെടുക്കാൻ പറയും. അവരൊക്കെ ആയിട്ട് ബന്ധം വേണ്ടേ. അങ്ങനെ ഒരു ഈ ശിഷ്യ പരമ്പരകളെന്നാണ് പറയുന്നത്. ഞാനൊരു ഗുരുവിൽ നിന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തു, അവർ വേറെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതെല്ലാം ഒന്നായിട്ട് പോകുന്നു. പിന്നെ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ.
ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് എനിക്ക് വരുന്ന ആളുടെ പേരുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, സീനിയർ സ്റ്റുഡൻസോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ അസോസിയേറ്റ് ട്രെയിനേഴ്സോ പഠിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പേഴ്സണലൈസ് ചെയ്ത് ഇവരെ മനസ്സിലാക്കാനും പറയാനൊക്കെ പറ്റും. പ്രോബ്ലം ഉള്ളതാണ് എനിക്ക് ഫീഡ്ബാക്ക് തരും. അത് എൻകറേജിങ് ഓട്ടോണമി ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും നിങ്ങളുടെ മാത്രം തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇറങ്ങിപ്പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. പക്ഷെ ഞാൻ പറഞ്ഞു തരത്തില്ല, ഞാൻ അവിടെ നിൽക്കില്ല, എനിക്കതിന് സമയം കിട്ടില്ല. പിന്നെ നമുക്ക് ലെവറേജിങ് എക്സ്പെർട്ടൈസ്, ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലർ വിദഗ്ധരായിരിക്കും, അവരെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലൂടെ നമുക്ക് അവരും നിങ്ങളും താഴേക്ക് വരുന്നവരും എല്ലാമായിട്ട് കണക്റ്റഡാണ്. ഐ നോ ദിസ് ഫെലോ. അവിടെ നമ്മൾ ഉടക്ക് കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ വിടുവാണ്, ഇയാൾ പ്രോബ്ലം ഫെലോ ആണ്, ഇയാളെ വേണ്ട. പിന്നെ സ്ട്രെങ്തനിങ് ദ ട്രെയിനിങ് കമ്മ്യൂണിറ്റി, ഇത് പല രീതിയിൽ ഇങ്ങനെ എടുത്ത് ആ പരിചയങ്ങളും കഴിവുകളും ഒക്കെ കൊടുക്കുക, ഇനി പുതിയതായിട്ട് വരുന്നവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. പിന്നെ അഡ്രസ്സിങ് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്, ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈൽസാണ്. ഒരാൾക്ക് എൻ്റെ സ്പീച്ച് മാത്രം കേട്ടാൽ മതി, അധ്യാപകൻ്റെ സ്പീച്ച് മാത്രം കേട്ടാൽ, ചിലർക്ക് അങ്ങനെയല്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് വേറൊരാൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് റെക്കഗ്നൈസിങ് ആൻഡ് അപ്രീഷിയേറ്റിങ്, മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പം അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്തൊരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾക്ക് ഇല്ല, ഞാൻ ക്ലാസ് തുടരണ്ടെന്ന് പറയും. ഇതെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തുടരാൻ ഏറ്റവും കോറായിട്ടുള്ളത് അഡാപ്റ്റബിലിറ്റി. ഇവരിൽ നിന്നും നമ്മൾ പഠിച്ചു, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പഠിച്ചു. ഈ ഒരു സിസ്റ്റം നിങ്ങൾക്കും ഫോളോ ചെയ്യാം. 3 വർഷം 5 വർഷം 8 വർഷം 10 വർഷം കഴിയുമ്പം നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ ഒരു മാതൃക കണ്ടിന്യൂ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് ബാക്കിയല്ല എല്ലാവരെയും ഏൽപ്പിക്കാം. പക്ഷേ ഇപ്പോഴേ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളുമായിട്ട് ചേർന്ന് പോകാനുള്ള എലിജിബിലിറ്റി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 or 3 പ്രാവശ്യം സംസാരിച്ച് അവരുടെ പോർഷൻ എന്താണോ ബാക്കി കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് ഒഴിവാക്കുക എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ തലവേദന കേസുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കാറുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോട് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫീസ് അടച്ചു എന്ന് പറഞ്ഞ് നമുക്ക് അബ്സല്യൂട്ട് റൈറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ബിൽഡിംഗ് റെസീലിയൻസ്, നമുക്കൊരു പക്ഷേ ചിലപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ചിലപ്പോൾ താഴെ പോകും, ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിനകത്താകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും മറ്റൊരാളോട് ചോദിക്കാനും ട്യൂൺ ചെയ്ത് ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ അറിവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നർച്ചറിങ് എ ലേണിംഗ് കൾച്ചർ, പഠിപ്പിച്ചു അവർ വീണ്ടും പഠിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിപ്പിച്ചും നിങ്ങൾക്കൊരു ടീമായിട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ ലീഡർഷിപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, കഴിവുള്ളവർ കയറി വരും. ചില ആൾക്കാർ വളരെ ക്രിയേറ്റിവിറ്റിയോട് കൂടി കയറി വരും. നോളജ് ഷെയറിങ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഉത്തമമായ ഒരു ശിഷ്യന് മാത്രമേ പിന്നീട് ഉത്തമമാനായ ഒരു ഗുരു ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇംപ്രൂവിങ് ഡിസിഷൻ മേക്കിംഗ്, അതിന് ഹെൽപ്പ് വേണം. ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് പാർട്ടിസിപ്പൻസ്, നമുക്കിപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ ഇന്നതിന് വിശ്വസിക്കാം. അപ്പോൾ ഒരു ദിവസം എന്നെ കണ്ടില്ല, 2 ദിവസം എന്നെ കണ്ടില്ല, പക്ഷേ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇല്ല ഞാൻ അവരിൽ നിന്ന് പഠിക്കത്തില്ല, എന്നിൽ നിന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ. അത് പറയുമ്പോൾ അവരുടെ ഒരു ഇൻടോളറൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഇൻടോളറൻസ് കാണിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ വീണ്ടും ആ സഫറിങ്സിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ മൈക്രോ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് കാണുന്നില്ല, എവിടാണ്, നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ ട്രെയിനിങ് എവിടെ എത്തി അവരെ പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വിളിക്കും. പിന്നെ ഇപ്പോൾ ബില്യണിയർ മൈൻഡ് സെറ്റ് ഇപ്പോൾ കഴിഞ്ഞാലും 4 days പ്രോഗ്രാം കഴിഞ്ഞു. ചില ആൾക്കാർ അതോടുകൂടി കംപ്ലീറ്റ് അവർ ഫണ്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫണ്ട് എടുക്കുന്നുണ്ടായിരിക്കും, അതിനകത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഫണ്ട് എടുക്കും. ചില ആൾക്കാർ 15-20 ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 20-30 2 മാസം കൊണ്ട്, ചിലപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അവർ ബാക്കി വരുന്നവരെ സപ്പോർട്ട് ചെയ്യുകയോ അവർക്ക് നോളജ് കൊടുക്കാനോ പറ്റുന്നില്ല, ഞാൻ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാകുമോ? പറ്റത്തില്ല എന്ന് പറയുന്ന ആളെ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറ്റത്തില്ല എന്ന് പറയും. കാരണം എനിക്കെൻ്റെ ടൈം മാനേജ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടേ നമുക്ക് ഒന്നിച്ച് ചേർന്ന് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാർ ഞാനിത് പറയുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ പറയുന്നത്, മെജോറിറ്റി ആൾക്കാർക്കെല്ലാം ഇത് സ്വീകാര്യമാണ്. ചെറിയ കാര്യങ്ങളും പ്രൊസീജിയറിലും ഫോം ഫില്ലിങ്ങും ഗോൾ സെറ്റിങ്ങും പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ ചെയ്തിട്ട് കോർ ഏരിയ മാത്രം മതിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഐ വെൽക്കം. പക്ഷെ അതൊക്കത്തില്ല, ഞാൻ തന്നെ വേണം ഓരോ പ്രാവശ്യം എന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നെ കണ്ടുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് പഠിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വരേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാനൊരു പക്ഷേങ്കിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫർദറായിട്ട് വേണം ചിലപ്പം നോളജ് കൊടുത്തു, നിങ്ങൾക്കായിട്ടുണ്ട്, യു ക്യാൻ ക്യാരി ഓൺ,
നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ ചെയ്തോ എന്ന് ചിലപ്പോൾ പറയാം. പിന്നെ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫ്രീ മെൻറ്ററിങ് കൊടുക്കുക. അവരുടെ ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം, ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം, അവരുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പല ഡൈവേഴ്സ് ആയിട്ടുള്ള പല മെത്തഡോളജി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്, അവർക്കൊരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്, ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ സ്കില്ല് അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇതൊക്കെ നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. വെൻ യു ഗീവ് യു വിൽ ഗെറ്റ് ബാക്ക്. അപ്പോൾ പാർട്ടിസിപ്പൻസിൻ്റെ നീഡ് മനസ്സിലാക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കണം. അപ്പോൾ ഈ വളരെ കൃത്യമായിട്ട് ഒക്കൂല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒക്കൂല. കാരണം എന്നറിയോ, എൻ്റെ ഓർഗനൈസിങ്ങുമായിട്ട് അവർ ഇൻ്റർഫിയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് 4-5 പേര് 8-10 പേര് എനിക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ പറയുന്നൊരു ഏറ്റവും ചുരുങ്ങിയത് BMS 6-നകത്ത് ഒരു 10 days എങ്കിലും 2 to 3 hours 10 days എങ്കിലും നമ്മുടെ ട്രെയിനീസിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുടെ സഹായത്തോടു കൂടി തന്നെ. കാരണം അവരവരുടെ ഡാറ്റ എടുത്ത് ഫില്ലിങ് ചെയ്ത് നിറച്ച് ശരിയാക്കിയിട്ട് ഈ മേജർ ട്രെയിനിങ്ങിന് വരേണ്ടതാണ്. അപ്പോൾ അവിടെ ഞാൻ വന്നിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? വല്ലപ്പോഴും ഒരു ഇടാം, വോയിസ് ഇടാം, എനിക്കിതുപോലെ ഒരു വീഡിയോ ഇട്ട് തരാനായിട്ട് പറ്റും. ഞാനീ പറയുന്ന ഇതിന് മാത്രമല്ല, ഇപ്പോൾ BMS 6 എന്ന് പറഞ്ഞ് ഇത് ഒത്തിരി ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കോച്ചിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് എന്തുവാ തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ ഒത്തിരി ചെയ്ത കഴിവ് ഉണ്ടാക്കിയെടുക്കണം. നമുക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ള കോച്ച് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട വേറെ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമ്മുടെ അതിനകത്തെല്ലാം ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും മ്യൂച്വൽ സപ്പോർട്ടും, ചില ആൾക്കാർക്ക് ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടുന്ന രീതിയിലും, ചില ആൾക്കാർക്ക് ഒരു എംപവർമെൻറ്റ് കിട്ടുന്ന രീതിയിലും, ചില ആൾക്കാർക്ക് ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഒരു ലേണിംഗ് കൾച്ചർ നമ്മൾ പരസ്പരം പഠിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ നമുക്കൊരു ഇന്നോവേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന, ഇല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ദ പാർട്ടിസിപ്പൻസ്, അവരോട് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആവും. ഇല്ലെങ്കിൽ ഒരു സക്സഷൻ ആൻഡ് പ്ലാനിങ്. ഞാൻ ചോദിക്കട്ടെ, ഓൾ ഓഫ് എ സഡൻ ഈ ട്രെയിനിങ് എല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന് ഒരു ദിവസം ഞാൻ ജസ്റ്റ് അങ്ങ് വാനിഷ് ചെയ്തു. ട്രെയിനിങ്ങിന് എന്ത് പറ്റും? ബാക്കിയുള്ളവർ പഠിച്ചാലല്ലേ ഞാൻ ഈ പഠിപ്പിച്ച നോളജ് എത്രയോ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് പോയി ആയിരക്കണക്കിന് ബുക്കുകളിൽ നിന്നൊക്കെ ആയിട്ട് ഞാനിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കണ്ടേ? അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിന് ബഹുമുഖ പർപ്പസാണ്. സോ കൈൻഡ്ലി കോപ്പറേറ്റ് വിത്ത് മീ. അവിടെ നമ്മളൊരു എൻ്റെ ഡിമാൻഡിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ്ങിനകത്ത് വീഡിയോ ഓൺ ചെയ്തിരുന്നാലേ ഞാൻ നിങ്ങൾ റിസീവ് ചെയ്യത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ അവരത്ര ചീകളായിട്ട് എടുക്കത്തുള്ളൂ. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇനി അതല്ല, നമ്മുടെ കൂടെ 4 days ഒക്കെ പ്രോഗ്രാം വെച്ച് ഞാൻ തന്നെ അവിടെ കാണും. എന്നാലും എന്തുവാണ്, ചില അറിയാവുന്ന ആൾക്കാർ അവിടെ പറഞ്ഞു കൊടുക്കാനൊക്കെ വെക്കും. അന്നേരം ഇൻടോളറൻസ് കാണിക്കുന്ന ആൾക്കാർ അവർക്ക് അത്രയേ ഉള്ളൂ. കോച്ചിങ്ങിനകത്താണേലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കത് വേണം ഇത് വേണം, അല്ല ഞാൻ നിർത്തിയിട്ട് പോകും. ഓക്കെ. അപ്പോൾ പക്ഷേ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. എന്തുവാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ട് കോർ ഏരിയ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് തയ്യാറായ ഐ വിൽ ബി ഹാപ്പി ടു ഷെയർ. നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകും. അതിൻ്റെ കൂടെ ഞാൻ ഇവാലുവേഷൻ ഒന്നും ചെയ്യില്ല, ഒരു ടെസ്റ്റ് എഴുതില്ല. ഞാനെങ്ങനെ മനസ്സിലാക്കും നമുക്ക് എത്രമാത്രം മനസ്സിലായെന്നുള്ളത്? എത്രമാത്രം അതിനകത്ത് ഇരുന്നല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അസസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പ്രിപ്പയറിങ് ഫോർ അസസ്മെൻറ്റ്സ്, നല്ല വർക്ക് എങ്കിൽ മാത്രം നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ജോലി. ഇത് കേട്ടിട്ട് പോകുന്നൊരു കാര്യമല്ല. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോട്ടിവേഷന്, ഹെൽപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ എവിടെ വെച്ചാണോ നിർത്തുന്നത് അവിടെ വെച്ച് പ്രൊപ്പോർഷണൽ റീഫണ്ട് വാങ്ങിച്ച് അവിടെ അങ്ങ് അവസാനിപ്പിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഫെയർനെസ് ആയിരിക്കും ഇത് ചെയ്യുന്നതും. ഇതൊരു ട്രാൻസ്പെറൻസിയോടെ കൂടിയാണ്. അത് പുതിയ ആൾക്കാർ പഠിക്കണം, പുതിയ ഡെവലപ്പ് ചെയ്ത് വരണം, ഉള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പഠിച്ചവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാകണം. ഓവറോൾ ഇത് മുഴുവൻ നോക്കിയിട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാർ അതിലോട്ട് തയ്യാറാകാതെ വരുമ്പോഴത്തേക്ക് അവരെ നോക്കാതെ കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തും. കാരണം അവർ പരുവായിട്ട് വരട്ടെ, നോളജ് അബ്സോർവ് ചെയ്യാനുള്ള ഒരു ഫുൾ പരുവമായിട്ട് വരട്ടെ. മാക്സിമം ഫിയർ വരുന്നത്രയേ ഉള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതി കളയും, ഞാൻ അത് ചെയ്ത് കളയും, ഞാൻ മോശം ഫീഡ്ബാക്ക് കൊടുക്കൂ. അപ്പോൾ ഒരു പാർട്ടിസിപ്പൻറ്റിനെ ഒരു ഫീഡ്ബാക്കിൽ എനിക്ക് ഈ പറയുന്ന നഷ്ടപ്പെടാൻ പോകുന്ന ക്രെഡിബിലിറ്റി ആണെങ്കിൽ നഷ്ടപ്പെടട്ടെ. ഞാൻ അതിലൊന്നും എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ അല്ല. നമുക്കൊരു വിദ്യ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഒരു ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി സന്തോഷത്തോടു കൂടി ഹെൽപ്പ് ചെയ്തൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ഞാൻ അതിവിടെ വന്ന് നടത്തുമ്പോഴത്തെ ഒരു ലീഗൽ കംപ്ലയിൻസും ഇൻറ്റഗ്രിറ്റിയും ഫെയർനെസ്സും ജസ്റ്റിസും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി എല്ലാ കോഴ്സിലും ലാസ്റ്റ് എൻ്റെ പേഴ്സണൽ ഇമെയിൽ ID കാണും. അത് നോക്കിയിരുന്നിട്ട് അതിനകത്തോട്ട് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വായിക്കും. പക്ഷേ
ഞാനൊരു ഒരു എന്താണ് തുടക്ക കാര്യങ്ങളൊക്കെ ആരെങ്കിലും വഴി ഓർഗനൈസ് ചെയ്ത് വന്നതിന് ശേഷം കുറേ ഞാൻ എടുക്കൂ എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പം അതിനെതിരെ നമ്മൾ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല, മാറിയിട്ട് കാര്യമില്ല, നമുക്കവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ കൈൻഡ്ലി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. കൂടുതൽ പേരിലേക്ക്, ഒരുപാട് പേരിലേക്ക് ട്രെയിനിങ് ഇതിനകത്തുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ടൈം 10-18 മണിക്കൂർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് തരിക, ബാക്കിയുള്ളവരെ പഠിപ്പിച്ചെടുക്കുക. പിന്നെ ബേസിക് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക, അഡ്വാൻസ് കാര്യങ്ങൾ മസ്റ്റായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം കഴിയട്ടെ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. ഓക്കെ, സപ്പോർട്ട് അസ്. ഓൾ ദി ബെസ്റ്റ്.